തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ കൃത്യമായി ഒരു വ്യക്തതയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു വ്യക്തതയുള്ള കേരളത്തിലെ ഏക മണ്ഡലം തിരുവനന്തപുരമാണ്. സിറ്റിംഗ് എം പി ശശി തരൂരിനെ UDF മണ്ഡലത്തിൽ ഇറക്കുമ്പോൾ C. ദിവാകരനാണ് LDF സ്ഥാനാർത്ഥി. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരനാണ് NDAയുടെയും സ്ഥാനാർത്ഥി. എന്തായാലും മൂന്ന് മുന്നണികളുടെയും ശക്തമായ ഒരു നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയ ഒരു സാഹചര്യത്തിൽ ശക്തമായ ത്രികോണ മത്സരം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ഇത്തവണയും ശശി തരൂരിനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയത്. താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് തരൂർ. കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മന്ത്രാലയങ്ങളിലും പാർലമെന്റിന്റെ ഫ്ലോറിലും സംസാരിക്കാൻ കഴിവുള്ള ആരായിരിക്കും ആദ്യത്തെ ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് സ്ഥാനം നഷ്ടപ്പെട്ട C. ദിവാകരനെയാണ് LDF രംഗത്തിറക്കിയത്. വിവാദങ്ങളെല്ലാം അവസാനിച്ചുവെന്നും ജനങ്ങൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുവെന്നുമാണ് C. ദിവാകരൻ പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഞാൻ ഈ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നടന്ന എല്ലാ സമരങ്ങളിലും എൻ്റെ അടയാളമുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ. BJP ഏറെ പ്രതീക്ഷിക്കുന്ന മണ്ഡലമായ തിരുവനന്തപുരത്ത് RSSന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കുമ്മനത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് കുമ്മനം പറയുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വഞ്ചിച്ചു ജനങ്ങളെ. അത് ജനങ്ങൾ ആ ഒരു തിരിച്ചറിവിലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത് തീർച്ചയായിട്ടും ഒരു വിഷയം തന്നെയാണ്, വിഷയമാവുകയും വേണം. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. അതിനാൽ തന്നെ പ്രചാരണ പരിപാടികൾ മൂന്ന് മുന്നണികളും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.